ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആതിര ബാലൻ. കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിനായി സജ്ജീകരിച്ച ദേശീയ നിലവാരത്തിലുള്ള മൈക്രോബയോളജി ലാബുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഓൺലൈനായി നിർവഹിക്കും. കാക്കനാട് അനലിറ്റിക്കൽ ലബോറട്ടറിയും കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയുമാണ് മൈക്രോബയോളജി ലാബുകൾ ഒരുക്കിയിട്ടുള്ളത്. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ച സെൻട്രൽ സെക്ടർ പദ്ധതി പ്രകാരം പൂർത്തിയാക്കിയ രാജ്യത്തെ ഭക്ഷ്യപരിശോധന ലാബുകളുടെ നവീകരണത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് ലാബുകൾ സജ്ജമാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരത്ത് VSSC വേളി ക്യാമ്പസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ISRO ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തും. VSSCയിൽ ഒരുക്കിയിരിക്കുന്ന ഗഗൻയാൻ പ്രദർശനവും ശ്രീ മോദി വീക്ഷിക്കും. തുടർന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന BJP കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത് നാളെ. പരിപാടിയിൽ പ്രധാനമന്ത്രി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടിയുടെ 110ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിൽ രാവിലെ 11 മണിക്ക് മൻ കി ബാത്ത് തത്സമയം ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക പരിഭാഷകളും ഉണ്ടാകും. ക്യാൻസർ ചികിത്സാ രംഗത്ത് യശസ് നേടിയെടുക്കാൻ 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്ററിന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിഫ്ബി 2ാം ഘട്ട പദ്ധതിയിലെ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും പൂർത്തീകരിച്ച മറ്റു പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ചികിത്സയിലും ഗവേഷണത്തിലും കേരളത്തിൽ മികച്ച നേതൃപരമായ പങ്ക് വഹിക്കുന്ന സ്ഥാപനമായി MCC വളർന്നു. ആരോഗ്യ പ്രവർത്തകരുടെ അർപ്പണബോധത്തിലൂടെയുള്ള പ്രവർത്തനമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി മാർച്ച് 3-ന് എറണാകുളത്ത് നടക്കും. പരിപാടിയിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമായി 2000 പേർ പങ്കെടുക്കുമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഈ മാസം 18 മുതൽ വിവിധ ജില്ലകളിലായി നടന്നുവരുന്ന മുഖാമുഖം പരിപാടി മാർച്ച് 3-ന് അവസാനിക്കും. കേരളത്തിൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സംസ്ഥാന സർക്കാർ 203.9 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന സബ്സിഡിയായി 195.36 കോടി രൂപയും കൈകാര്യ ചെലവുകൾക്കായി 8.54 കോടി രൂപയുമാണ് അനുവദിച്ചതെന്ന് ധനമന്ത്രി KN ബാലഗോപാലൻ അറിയിച്ചു. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയ്ക്കാണ് ഈ വർഷം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിലാവുക. തിരുവനന്തപുരത്തെ ഭക്തിസാന്ദ്രമാക്കി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ രാവിലെ 10:30-ന് അടുപ്പ് വെട്ട് ചടങ്ങ് നടക്കുന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഉച്ചയ്ക്ക് 2:30-നാണ് പൊങ്കാല നിവേദ്യം. ഭക്തർ പൊങ്കാല അർപ്പിക്കാനായി തിരുവനന്തപുരത്തേക്ക് എത്തിത്തുടങ്ങി. പൊങ്കാല അടുപ്പുകൾക്കുള്ള ക്രമീകരണങ്ങളുമായി നഗരത്തിലെ നിരത്തുകൾ സജീവമാണ്. സുരക്ഷയൊരുക്കാൻ ക്ഷേത്രത്തിലും നഗരത്തിലുമായി 2000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് വിപുലമായ ആരോഗ്യ സേവനങ്ങൾ സജ്ജമാക്കിയതായി മന്ത്രി വീണ ജോർജ്. ഉയർന്ന ചൂട് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മാത്രം പരിചരണവും ചികിത്സയും നൽകാനായി 4 ഹീറ്റ് ക്ലിനിക്കുകൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. വയനാട് തിരുനെല്ലിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികർക്ക് പരിക്ക്. കൂളിവയൽ സ്വദേശി ബീരാൻ, കാട്ടിക്കുളം സ്വദേശി ജനാർദ്ദൻ എന്നിവരാണ് പരിക്കേറ്റത്. 5 വർഷത്തിനുള്ളിൽ 100 പാലങ്ങൾ പണിയുമെന്ന സർക്കാർ വാഗ്ദാനം വെറും 3 വർഷത്തിനുള്ളിൽ തന്നെ യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. 2.25 വർഷം കൊണ്ട് 92 പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കാനായെന്നും മന്ത്രി പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര നാളെ പാലക്കാട് ജില്ലയിൽ പര്യടനം നടത്തും. വൈകിട്ട് 3 മണിക്ക് കോട്ട മൈതാനത്ത് നിന്ന് ആരംഭിച്ച് ഒലവക്കോട് സമാപിക്കുന്ന യാത്രയിൽ ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. ഇംഗ്ലണ്ടിനെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 2ാം ദിനം മത്സരം അവസാനിച്ചപ്പോൾ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺസ് എന്ന നിലയിൽ. ഇംഗ്ലണ്ടിനെ 1ാം ഇന്നിംഗ്സ് സ്കോറായ 353 റൺസിനൊപ്പം എത്താൻ ഇന്ത്യക്ക് ഇനി 134 റൺസ് കൂടി വേണം. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഇന്നും നാളെയും കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. 2028-29 വർഷത്തോടെ പ്രതിരോധ മേഖലയിൽ 50,000 കോടി രൂപയുടെ കയറ്റുമതി എന്ന ലക്ഷ്യം ഇന്ത്യ കൈവരിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇതേ കാലയളവിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 3 ലക്ഷം കോടി രൂപയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ സംബന്ധിച്ച് പ്രചരിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശം വ്യാജമാണെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ തിരഞ്ഞെടുപ്പ് തീയതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെന്നും തീയതികൾ വാർത്താ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കുമെന്നും അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.